പക്ഷെ അതൊക്കെ തന്നെ നമ്മെ കൂടുതൽ കരുത്തരാക്കുകയും കൂടുതൽ ശക്തരാക്കുകയും കൂടുതൽ ഉന്മേഷവാരാക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 7 വർഷം പിന്നിടുന്നു. ഇന്ത്യ വിഷൻ ഇപ്പോൾ സാമ്പത്തികമായി, അതുപോലെ തന്നെ മനുഷ്യവിഭവശേഷിയുടെ കാര്യത്തിൽ, ഒരുപക്ഷെ നമ്മുടെ റീച്ചിൻ്റെ കാര്യത്തിൽ, നമ്മെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെയും സമ്പന്നമാണ്. ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് ഇന്ത്യ വിഷനിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻറ്റേർണൽ മീറ്റിങ്ങുകളിൽ കേൾക്കുന്നത്, പരസ്യത്തിൻ്റെ എണ്ണം എങ്ങനെ കുറയ്ക്കാം, സമയം എങ്ങനെ കുറയ്ക്കാം, അതിന് റേറ്റ് കൂട്ടണോ അല്ലെങ്കിൽ മറ്റേതിന് കൂട്ടണോ. അപ്പോൾ ആ രീതിയിൽ നാം സമ്പന്നമാണ്. നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ പോകുന്നു. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്തരം ഡീറ്റെയിൽസിലേക്ക് പോയത്, ഇത്തരം വിശദാംശങ്ങളിലേക്ക് പോയത് പതിവ് രീതിയിലുള്ളതല്ലെങ്കിലും, സാധാരണഗതിയിൽ റൂമർ മില്ലിൽ നിന്ന് വരുന്ന രീതിയിലുള്ളതല്ലെങ്കിൽ പോലും ചില കഥകളൊക്കെ തന്നെയും ചിലർ ഉണ്ടാക്കാൻ പല ഭാഗങ്ങളിൽ നിന്ന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഗുഡ് വിൽ ഷെയർ ഞാൻ ചോദിച്ചു എന്നും ജമാൽ അത് എതിർത്തു എന്നും അത് കഴിഞ്ഞതിന് ശേഷം തർക്കമുണ്ടായി എന്നും, ഇന്നേ വരെ ഇന്ത്യ വിഷൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കഴിഞ്ഞ 8 വർഷത്തെ ജീവിതത്തിനിടയിൽ സാമ്പത്തികമായി ഞാനും മാനേജ്മെൻറ്റും തമ്മിലോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും തമ്മിലോ യാതൊരു വിഷയവുമില്ല എന്നുള്ളത് നമുക്ക് നെഞ്ചിൽ കൈവച്ച് അഭിമാനിക്കാൻ കഴിയുന്ന വിഷയമാണ്. ഒരു കാരണവശാലും നമ്മളാരും ഒരു രീതിയിലും അത്തരത്തിൽ ഒരു സംസാരം പോലും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ചാനലിൽ നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ കഴിഞ്ഞ 8 വർഷം എനിക്ക് എൻ്റേതായി 1 മണിക്കൂർ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല. ഒരു പനി പോലും ബാധിച്ചിട്ടില്ല. ഡോക്ടർ ലളിത പറഞ്ഞ പോലെ എനിക്കൊരു ക്ഷീണം തോന്നുന്നുണ്ട് ഇപ്പോൾ, ഒരു പനിയുടെ സാധ്യത, കാരണം ഇവിടുന്ന് ഇറങ്ങുന്നു എന്നുള്ള തോന്നലുകൊണ്ട് ഒരു പനി പോലും ബാധിച്ച് എനിക്കൊരു ദിവസം 1 മണിക്കൂർ പോലും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും ഒരു ടിയോ ഡിയോ ഈടാക്കിയിട്ടില്ല. നിങ്ങളെല്ലാവർക്കും ശമ്പളം തന്നു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ശമ്പളം വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് സാമ്പത്തികമായ ഒരു ഷെയർ ചോദിച്ചെന്നോ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായ ബഹളമുണ്ടെന്നോ അത്തരം വാർത്തകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ലോകം വിശ്വസിക്കില്ല. അങ്ങനെ അവകാശപ്പെടാനും അങ്ങനെ കമ്പനിക്ക് ഇത്തരത്തിലൊരു ഒരു യാത്രയയപ്പ് ചടങ്ങ് നൽകാനും ഇന്ത്യ വിഷനും നമുക്കും ഒക്കെ സാധിക്കൂ, മറ്റാർക്കും സാധിക്കില്ല. പക്ഷേ ആ മാറ്റം നമ്മളിപ്പോൾ സമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. ഒരിക്കൽ ശ്രീ PS ശ്രീധരൻപിള്ള എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ IMA ഹാളിലെ ചടങ്ങിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഞങ്ങൾ രാഷ്ട്രീയക്കാർ പരസ്പരം കാണാറുണ്ട്, ബിസിനസ്സുകാർ പരസ്പരം കാണാറുണ്ട്, സമൂഹത്തിലെ ഏത് ഫ്രട്ടേണിറ്റിയെ നോക്കിക്കഴിഞ്ഞാലും അവർ പരസ്പരം കാണാറുണ്ട്, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ജോലി സമയം കഴിഞ്ഞാൽ പരസ്പരം കാണാറുണ്ടോ? ഒരുപക്ഷെ ഇല്ലായിരിക്കാം. പക്ഷെ അതിൻ്റെ കാലവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ പറയുമ്പോൾ ഒന്നും വിസ്മരിക്കുന്നില്ല. വളരെ ശക്തമായ മത്സരം നടക്കുന്നത്, വളരെ ചെറിയ വിഭവം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ആ വിഭവത്തിന് വേണ്ടിയുള്ള വളരെ ശക്തമായ മത്സരം നടത്തുന്ന മേഖലയാണ് കേരളം. ആ മേഖലയിൽ സ്വാഭാവികമായി പരസ്പര വിദ്വേഷവും ഒരുപക്ഷെ ശത്രുതയിലേക്ക് വരെ പോകുന്ന രീതി, പരസ്പരം ആരോപണങ്ങളിലേക്ക് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം. അതിനും വിരാമം എടുത്ത രീതിയിലാകട്ടെ നമ്മുടെ മുമ്പോട്ടുള്ള പ്രവർത്തനം. ഇന്ത്യ വിഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ വിഷൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ശക്തി സംഭരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ മാത്രം. ഏറ്റവും വലിയ ജനാധിപത്യവാദി, ഏറ്റവും വലിയ മതേതരവാദി, ഏറ്റവും നല്ല സുഹൃത്ത്, അതാണ് ഏത് സാഹചര്യത്തിലും നമുക്ക്, ഏത് അവസ്ഥയിലും നമുക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി അദ്ദേഹത്തോട് ഏത് ആവശ്യവും ഉന്നയിക്കാം. നിസ്സഹായത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഒരുപാട് സാമ്പത്തികമായ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ചാനൽ എന്ന് പറയുന്നത്. ഒരു നിമിഷവും പണം കറന്നു പോകുന്ന ഒരു സാങ്കേതിക പ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിസ്സഹായത നമ്മുടെ മുമ്പിൽ എല്ലാവരും, ഇനിയും ഒരുപക്ഷെ നിസ്സഹായതയൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ആ ധീരത, ഇവിടെ പല ഘട്ടങ്ങളിലും നമ്മളൊക്കെ അവകാശപ്പെടുന്നവരിൽ മുഖ്യന്മാരാണ്. ഒരുപക്ഷെ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പങ്ക് പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇതൊക്കെ ഇരിക്കട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇരിക്കട്ടെ, ഡോക്ടർ മുനീറില്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന ചടങ്ങുണ്ടാവുമായിരുന്നോ?
ഈ പറയുന്ന 7 വർഷങ്ങൾ നമുക്കുണ്ടാകുമായിരുന്നു, നമുക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഡോക്ടർ മുനീർ എന്ന് പറയുമ്പോൾ ഡോക്ടർ മുനീറിനോടൊപ്പം നിൽക്കുന്നവർ, അദ്ദേഹത്തിന് ശക്തിയായി നിൽക്കുന്നവർ, അദ്ദേഹത്തിന് സുഹൃത്തായി നിൽക്കുന്നവർ, അദ്ദേഹത്തിനോടൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ളവർ. അതുകൊണ്ട് ഈ ചാനൽ അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹത്തിൻ്റെ ശക്തിയിലാണ് നമ്മളൊക്കെ തന്നെയും പ്രവർത്തിച്ചിട്ടുള്ളത്. അതൊരു അവസരമായിരുന്നു, വലിയൊരു അവസരമായിരുന്നു. ഡോക്ടർ മുനീറിന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ INS മുമ്പിൽ നിന്ന് എങ്ങോട്ട് പോകണം, ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഒരു പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഡോക്ടർ മുനീറിൻ്റെ ഫോൺ വരുന്നത്. 8 വർഷത്തിന് മുമ്പ്. ഇങ്ങനെ എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല, എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല, അദ്ദേഹത്തിന് വ്യക്തമായി എന്നെ അറിയാനുള്ള സാധ്യതയുമില്ല. ഇങ്ങനെയൊന്നും ഞാൻ കേരള ഹൗസിലുണ്ടോ എന്ന് കാണണം എന്ന് പറയുന്നത്. നേരിട്ട് അദ്ദേഹം ഏതാണ്ട് നമ്മളൊരു 5 മിനിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ചാനലിൻ്റെ ഒരു മുഖ്യ, അങ്ങനെ ആ ഒരു വാചകമാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ആളായി നിൽക്കാമോ എന്ന് ചോദിച്ചു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പല ആളുകളും പല രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നി അതൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഈ ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ ഒരു രീതികളുമായി ഒരു മടുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ അത്തരമൊരു അവസരം, അതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അവസരമായിരുന്നു അദ്ദേഹം തന്നത്. ആ അവസരം തന്നില്ലായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു ഞാൻ? അല്ലെങ്കിൽ ആ ന്യൂസ് ചാനൽ എന്നൊരു അവസരങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തുമായിരുന്നു? ആ അവസരം നമുക്ക് ലഭ്യമായിരിക്കുന്നു. ആ അവസരം നമുക്ക് കഴിയാവുന്ന വിധത്തിൽ നമ്മൾ ഒരുമിച്ച് അത് ഈ ഘട്ടത്തിൽ കൊണ്ടെത്തിച്ചു. തീർച്ചയായും ഇന്ത്യ വിഷൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നതിലേക്ക്, സാമ്പത്തികമായി നമ്മൾ ഉന്നമനത്തിലെത്തിയെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണത എന്നതിലേക്ക് കടക്കുക വളരെ വലിയൊരു ദൂരം തന്നെയാണ്. അത് ഓരോ ഘട്ടത്തിലും നമ്മൾ ആ പൂർണ്ണത പുനർനിശ്ചയിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും, മുന്നോട്ട് പോകേണ്ടി വരും. അതിനുവേണ്ടി നമ്മുടെ നിരന്തരമായ ശ്രമങ്ങളുണ്ടാവുക, നമ്മുടെ കഠിനാധ്വാനം ഉണ്ടാവുക, നമ്മുടെ അർപ്പണബോധം നമ്മുടെ ഒപ്പം തന്നെ തുടരുക. ഒരു വലിയ സാധ്യത സമൂഹം അല്ലെങ്കിൽ നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. അതിനുവേണ്ടി നമുക്ക് ചിലതൊക്കെ മറക്കേണ്ടി വരും, ചിലത് കൂട്ടിച്ചേർക്കേണ്ടി വരും. പല ഘട്ടങ്ങളിൽ പുതിയ പുതിയ രീതികൾ നമുക്ക് ആവിഷ്കരിക്കേണ്ടി വരും. ഇന്ത്യ വിഷന് അതിൻ്റെ നമുക്ക് ഏറ്റവും വലിയത് എന്ന് നമ്മളിപ്പോൾ കരുതുന്ന പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഓരോരുത്തരും തോളോട് ചേർന്ന്, പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് സുഹൃത്തുക്കളെ, അച്ചടക്കം തന്നെയാണ്. നമ്മൾ ഓരോ അവസരത്തിലും നമ്മൾ താളം തെറ്റിപ്പോകുന്നത് എപ്പോഴും അച്ചടക്കമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അത് നമ്മുടെ സ്ഥാപനത്തിലില്ല, മറ്റ് സ്ഥാപനങ്ങളിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതറിഞ്ഞാണ് നമ്മൾ എല്ലാവരും സ്വമേധയാ ആ അച്ചടക്കം പാലിച്ചിട്ടുള്ളത്. ആ അച്ചടക്കം തുടർന്നും ഉണ്ടാവുക. കാരണം ഇത് നമ്മുടെ സ്ഥാപനമാണ്, ഇതിവിടെ നിന്ന് ആരും ഇറങ്ങിപ്പോകുന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ കാര്യം മാത്രമല്ല, ആദ്യ ദിവസം മുതൽ ഈ ചാനലിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ മുഴുവൻ എന്താ പറയേണ്ടത്, മനസ്സിലെപ്പോഴും നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചതുപോലെ ഓർക്കുന്നു ഓരോരുത്തരെയും. ആ ഓർമ്മകളിൽ ഒരാൾ തന്നെയാണ് ഞാൻ. ഏത് സമയത്തും എനിക്ക് ഈ ചാനലിലേക്ക് കയറി വരാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും കൈപിടിച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഓരോ സമയത്തും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മാറ്റി മാറ്റി പരിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഭാവുകങ്ങൾ, എല്ലാ സ്നേഹവും. നന്ദി.